അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നതും ഒരു ഓറഞ്ച് കളർ ഷെയ്ഡ് തന്നെയാണ്. ആദ്യം കാണിച്ച ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡായിരുന്നു. ഇപ്പോൾ കാണിക്കുന്നത് ഒരു ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. രണ്ടും ബേൺഡ് ഓറഞ്ച് എന്ന് തന്നെ പറയാം. മറ്റേ കളർ ആദ്യം കാണിച്ച കളർ ഇച്ചിരി ബ്രൈറ്റ് ആയിരുന്നു. ഇതിന് അത്രയും ബ്രൈറ്റ്നെസ് ഇല്ല, ഇച്ചിരി ഒരു ഡാർക്ക് കളറായിട്ടാണ് കാണുന്നത്. ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെ. ആദ്യം പറഞ്ഞ പോലെ നെക്ക് പോർഷൻ ഇതുപോലെ തന്നെ ഒരു എംബ്രോയിഡറി ഡിസൈൻ പോയിട്ടുണ്ട്, സീക്വൻസിന്റെ വർക്ക് പോയിട്ടുണ്ട്. ഈ നെക്കിന്റെ ഈ വർക്കിന്റെ ഒരു ബോർഡർ പോലെ ഒരു ബാറ്റിക്കിന്റെ ഡിസൈൻ പോകുന്നുണ്ട്. പുള്ളിക്കൂടെ സ്കാറ്റേർഡ് ആയിട്ട് ഇതുപോലെ ഒരു എംബ്രോയിഡറി വർക്കും അതിനുള്ളിൽ കൂടെ ഒരു സീക്വൻസ് വർക്കും പോകുന്നുണ്ട്. പിന്നെ സ്കാറ്റേർഡ് ആയിട്ട് ഇതുപോലെ ചെറിയൊരു ബാറ്റിക് ഡിസൈൻ പോകുന്നുണ്ട്. ബാക്ക് സൈഡ് ഈ ബാറ്റിക് ഡിസൈനിന്റെ പ്രിന്റ് മാത്രമാണ് ബാക്ക് സൈഡിൽ വരുന്നത്, എംബ്രോയിഡറി വരുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം വരുന്നത് ക്രേപ്പ് സിൽക്കിന്റെ ബോട്ടം ആണ്. ബാറ്റിക് പ്രിന്റ് ചെയ്തേക്കുന്ന ക്രേപ്പ് സിൽക്കിന്റെ ബോട്ടം ആട്ടോ എൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. പിന്നെ എൻ്റെ ദുപ്പട്ട വരുന്നത്, ഇതെല്ലാം നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടാട്ടോ എല്ലാം നിർത്തി കാണിക്കാത്തത്. ദുപ്പട്ട വന്നേക്കുന്നതും ക്രേപ്പ് ജോർജറ്റിൽ വന്നേക്കുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. മുന്താണി ഇതുപോലെ ഒരു ബോർഡറും ഒരു ബാറ്റിക്കിന്റെ ബോർഡറും ഒക്കെ ആയിട്ട് വന്നേക്കുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ട തന്നെയാണ്. നല്ല നീളമൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് രണ്ട് സൈഡിലൊക്കെ വെയർ ചെയ്യാനുള്ള നീളമുണ്ട്. ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് 1765 രൂപയായിരുന്നു. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ റേറ്റ് വരുന്നത് 1670 രൂപ മാത്രമാണ്. അടുത്ത കളർ ഷെയ്ഡ് കാണാം.